താലി. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ജയന് കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ദേവിയെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി. എന്താ മോളെ, എന്താ നീ പറഞ്ഞത്? അവൾ ജയൻ്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. എന്നാൽ ജയൻ അവളെ വിടാൻ ഭാവമില്ലായിരുന്നു. അവൻ അവളെ പിടിച്ച് നേരെ നിർത്തി മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. പറയ് ദേവി, എന്താ പറഞ്ഞത് നീ? അവളുടെ കണ്ണുകൾ തിളങ്ങി. നമ്മുടെ മാതുമോൾക്ക് കൂട്ടായി അമ്മൂമ്മോൻ കൂടി വേണം ചെയ്യേട്ടാ. പറഞ്ഞുകൊണ്ട് പെണ്ണ് പിന്നെയും അവൻ്റെ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ചു. സത്യമാണോ ദേവി? ജയന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യമാണ് കുട്ടേട്ടാ, എനിക്ക് എൻ്റെ അമ്മൂമ്മോനെ വേണം കുട്ടേട്ടാ. പറഞ്ഞുകൊണ്ട് ദേവി അവൻ്റെ മുഖത്തേക്ക് നോക്കി. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്നു നിന്നു. മോളെ, വല്ലാതെ നേർത്തുപോയി ജയൻ്റെ ഒച്ച. മാതുമോളെയും കൊണ്ടകത്തേക്ക് വന്ന അമ്മ കാണുന്നത് ഇതാണ്. അവർ ശബ്ദമുണ്ടാക്കാതെ കുഞ്ഞിനെയും കൊണ്ട് തിരികെ പോയി. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും മറ്റും മഹേശ്വരി അമ്മയോടൊപ്പം തന്നെ മാതുമോളെ നിർത്തി. അവൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തും കളിപ്പിച്ചും അമ്മുമ്മയും മോളും റൂമിലായി. ദേവി അടുക്കളയിലെ പണികളൊക്കെ ഓരോന്നായി ഒതുക്കുമ്പോൾ ജയൻ അവളെ ചുറ്റിപ്പറ്റി നിന്നു. അവൾക്കത് കാണുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും മനഃപൂർവ്വം കാണാത്തതുപോലെ ഓരോരോ ജോലികളായി ചെയ്തുകൊണ്ടിരുന്നു. കിച്ചണിലെ ലൈറ്റ് അണച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവി മോളെ എടുക്കാനായി അമ്മയുടെ റൂമിലേക്ക് ചെന്നു. അപ്പോഴേക്കും കുഞ്ഞുറക്കമായി. വേണ്ട മോളെ, അവൾ ഇന്ന് ഇവിടെ കിടന്നോട്ടെ. അവൾ ഉറങ്ങിയല്ലോ. അഥവാ ഉണർന്ന് കരയുകയാണെങ്കിൽ ഞാനിങ്ങ് റൂമിൽ കൊണ്ടുവരാം. ദേവിയോട് പറയുമ്പോൾ ശരി അമ്മേ. അമ്മ മരുന്ന് കഴിച്ചായിരുന്നോ? ഞാൻ മരുന്ന് കഴിച്ചോളാം. മോൾ ഇറങ്ങുമ്പോൾ ആ ലൈറ്റ് കൂടി അണച്ചേക്കേ. ദേവി അമ്മയുടെ റൂമിലെ ലൈറ്റും കെടുത്തി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. മുറിയിൽ ചെല്ലുമ്പോൾ ജയൻ ലാപ്പിലെന്തോ കാര്യമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. ലാപ്പിൽ നിന്ന് മുഖമുയർത്തി ദേവിയെ നോക്കി. എവിടെ ദേവി മോള്? കുട്ടേട്ടാ, മോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അമ്മ പറഞ്ഞു ഇന്ന് അവിടെ കിടക്കട്ടെ എന്ന്. രാത്രിയിൽ ഉണർന്ന് ബഹളം വയ്ക്കുകയാണെങ്കിൽ വിളിക്കാമെന്ന്. ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരട്ടെ. ദേവി ടവലെടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി. അവൾ ഫ്രഷായി വരുമ്പോഴും ജയൻ ലാപ്പിൽ ജോലി ചെയ്യുകയാണ്. മുടി വാരി ഉയർത്തി കെട്ടിവെച്ച് ദേവി ബെഡിൽ കയറി കിടന്നു. അത്യാവശ്യം രാവിലെ മെയിൽ ചെയ്യേണ്ട 1-2 ഫയലായതുകൊണ്ട് ജയൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 12 മണിയോടടുത്തു. മെയിലൊക്കെ സെൻഡ് ചെയ്ത് ലാപ്പ് മടക്കി മാറ്റിവെച്ച് ജയൻ വാഷ്റൂമിൽ പോയി വന്നു. ദേവി സുഖ ഉറക്കത്തിലായിരുന്നു. അവളെ ശല്യപ്പെടുത്താതെ പതിയെ എടുത്ത് കയ്യിൽ കയറ്റി കിടത്തി. പെണ്ണ് നെഞ്ചിൽ പറ്റി ചേർന്നു. നെറ്റിയിലേക്ക് മാടി വീണ് കിടക്കുന്ന മുടി പതിയെ ഒതുക്കി വെച്ചു. നെറുകയിൽ ചുണ്ട് ചേർത്തു. വൈകുന്നേരം അവൾ പറഞ്ഞ കാര്യം ഓർത്തപ്പോൾ മനസ്സ് തുള്ളിച്ചാടി. പക്ഷെ പെണ്ണ് നേരത്തെ ഉറങ്ങിപ്പോയി. ഇനി എന്ത് ചെയ്യും? ഒന്നുകൂടി അമർത്തി പിടിച്ച് അവളുടെ നനവാർന്ന ചുണ്ടിൽ ചുണ്ടു ചേർത്തു. അവൾ ഒന്ന് കുറുകി. ഇങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെയാ പെണ്ണെ വേഗം അമ്പുമോൻ വരുന്നത്? നീയല്ലേ പറഞ്ഞത് നിനക്ക് അമ്പുമോനെ വേണമെന്ന്? അവളുടെ കാതോരം അവൻ്റെ ശബ്ദം കേട്ട് പെണ്ണ് കണ്ണ് വലിച്ചു തുറന്നു. ക്ഷീണമുണ്ടെങ്കിൽ ഉറങ്ങിക്കോടി. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർത്തിയത് കുട്ടേട്ടനല്ലേ? കുട്ടേട്ടൻ്റെ വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞോ? ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാ അമ്പുമോൻ വേണ്ടേ? ഇരു കൈകളും അവളുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു. ദേവി അപ്പോഴേക്കും അവളുടെ കഴുത്തിലേക്ക് ചുണ്ടു ചേർത്ത് വെച്ചു. ആദ്യമായാണ് അവളിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം ജയന്. അപ്പോൾ തോൽക്കില്ലെന്ന് ഉറപ്പായോ? ജയൻ ചോദിക്കുമ്പോൾ ദേവി മുഖം അവൻ്റെ കഴുത്തിൽ ചേർത്ത് വെച്ചു. ഞാൻ തോറ്റുപോകാതെ കുട്ടേട്ടൻ എന്നെ ജയിപ്പിച്ചാൽ മതി. ഞാൻ തളർന്നു പോകുമ്പോൾ കുട്ടേട്ടൻ എനിക്ക് താങ്ങായാൽ മതി. ജയൻ ദേവിയെ ആഞ്ഞു പുണർന്നു. ശ്വാസം പോലും കടന്നു വരാത്ത രീതിയിൽ വരിഞ്ഞു മുറുക്കി. അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി ഇട്ടിരുന്ന ടീഷർട്ട് ഊരി ബെഡിലേക്കിട്ടു. അവൻ്റെ വിരിഞ്ഞ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന നീളൻ ചെയിനും അതിൽ കൊരുത്തിട്ടിരിക്കുന്ന ഏലസും ദേവിയുടെ അടുത്ത് കിടന്ന് അവളുടെ മുഖത്തുകൂടി വിരലൊടിച്ചു. അവളുടെ ചുണ്ടിന് കുറുകെ ജയൻ്റെ വിരൽ ഞെരിഞ്ഞു. ദേവി കണ്ണുകൾ അടച്ചു. കുട്ടേട്ടാ. അവൾ പറയാൻ പോകുന്നത് എന്താണെന്ന് ജയന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനതിന് അനുവദിച്ചില്ല. അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി. അവളെ ഒട്ടും വേദനിപ്പിക്കാതെ തന്നെ അവയിലെ തേൻ നുണഞ്ഞു. ചെറിയ എതിർപ്പുകൾ ദേവിയിൽ നിന്നും ഉണ്ടായെങ്കിലും ജയൻ അവയെല്ലാം ചുംബനത്തിലൂടെ തളർത്തി.
അവൻ്റെ കൈവിരലുകൾ കാട്ടുന്ന കുസൃതിയിൽ അവൾക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വിരലുകളുടെ വേഗതയ്ക്കനുസരിച്ച് അവളുടെ ശരീരം ചൂട് പിടിച്ചു. അവളെ ബെഡിൽ നിന്നും പതിയെ ഉയർത്തി അവൻ്റെ മടിയിൽ ചേർത്ത് വെച്ച് അവളുടെ നൈറ്റി ഊരി മാറ്റി. ദേവി എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ നൽകുന്ന സുഖത്തിൽ എതിർപ്പുകൾ വിഫലമായിക്കൊണ്ടിരുന്നു. ജയൻ്റെ ചുണ്ടും നാവും ചേർന്ന് രചിക്കുന്ന സുഖം ദേവിയെ തളർത്തി. ജയൻ്റെ മാന്ത്രിക സ്പർശത്തിൽ അവൾ പൊളഞ്ഞുപോയി. എതിർപ്പിൻ്റെ അവസാന കണികകളും അവളിൽ നിന്നും മാറി അവളെ രതിയുടെ പുതിയ ഭാവങ്ങളിലേക്ക് എത്തിച്ചു ജയൻ. പരസ്പരം പുണർന്നും ചുംബിച്ചും അവളിലെ പെണ്ണിന് അനുഭൂതിയേകി. അവളുടെ ഞരക്കവും കുറുകലുകളും അവനിൽ കൂടുതൽ ഉന്മാദം നിറച്ചു. തളർന്നു തുടങ്ങിയ പെണ്ണിനെ കുഞ്ഞു ചുംബനത്തിലൂടെ ഉണർത്തി ജയൻ. ഒടുവിൽ തളർച്ചയോടെ അവളുടെ മാറിലേക്ക് അവൻ വീണു. ദേവിയുടെ മനസ്സിലെ ആശങ്കകളെയെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു ജയൻ എല്ലാ അർത്ഥത്തിലും അവളെ സ്വന്തമാക്കി. ദേവിയെ, ഇപ്പോൾ താൻ ഓക്കെ അല്ലേ? ജയൻ അവളെ തൻ്റെ നേർക്ക് തിരിച്ചു കിടത്തി. ഓക്കെയാണ് കുട്ടേട്ടാ. അവളെ കുറച്ചുകൂടി ജയൻ ചേർത്ത് പിടിച്ചു. ഇനിയും എന്നെ അകർത്തി നിർത്തല്ലേ മോളെ, ഇനി എനിക്കത് പറ്റില്ലടി. ജയൻ്റെ ഒച്ചയിടറി. നീയില്ലാതെ എനിക്കിനി പറ്റില്ല. കുട്ടേട്ടാ, എന്തൊക്കെയായി പറയുന്നേ? എനിക്കതിന് കഴിയുമോ? കുട്ടേട്ടനും മോൾക്കും വേണ്ടിയല്ലേ എൻ്റെ ഈ ജീവിതം. അല്ലെങ്കിൽ എന്നേ ദേവേട്ടൻ്റെ അടുത്തേക്ക് പോയേനെ. ജയനെ അവൾ കെട്ടിപ്പിടിച്ചു കിടന്നു. രാവിലെ അമ്മയ്ക്കൊപ്പം ധൃതി പിടിച്ച് ജോലികൾ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഹേശ്വരി അമ്മയുടെ നോട്ടം അവളിലേക്ക് പാറി വീഴും. മുഖത്തെ തുടുപ്പും സന്തോഷവും ഒക്കെ കണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞു. തൻ്റെ മക്കൾ ജീവിച്ചു തുടങ്ങിയല്ലോ. അവരതിന് അറിയുന്ന ദൈവങ്ങളോടെല്ലാം നന്ദി പറഞ്ഞു. ജയനുള്ള ചായയുമായി മുറിയിൽ ചെല്ലുമ്പോൾ ഉറക്കമാണ്. ജയനുള്ള ചായയുമായി മുറിയിൽ ചെല്ലുമ്പോൾ ഉറക്കമാണ്. ദേവി ചായ മേശമേൽ വെച്ച് ജയനെ വിളിച്ചു. കുട്ടേട്ടാ, എണീക്ക്, നേരെ ഒരുപാടായി. ചായ ദേ ഇരിപ്പുണ്ട്, ഞാൻ പോവുക, എനിക്ക് അടുക്കളയിൽ പണിയുണ്ടേ. പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞവളെ ബെഡിൽ നിന്ന് ചാടി എണീറ്റ് വയറിലൂടെ വട്ടം പിടിച്ച് ബെഡിലേക്ക് കിടത്തി. അവളുടെ മേലെ ജയനും കിടന്നു. ശോ കുട്ടേട്ടാ, വിട്ടേ, ഇതെന്തായി കാണിക്കുന്നേ? അമ്മ അപ്പുറത്തുണ്ട്. ജയൻ വേഗം മുണ്ട് മുറുക്കി കൊടുത്ത് ഡോർ ചാരി കുറ്റിയിട്ടു. ദേവിയുടെ അടുത്തേക്ക് വന്ന് അവളെ എടുത്ത് പുറത്ത് കിടത്തി. എന്താ കുട്ടേട്ടാ കാണിക്കുന്നേ? അമ്മ അപ്പുറത്തുണ്ട്. അതിനാണ് ഞാൻ കതക് ബോൾട്ടിട്ടത്. നമുക്ക് അമ്പൂമ്മ വരണ്ടേ മോളെ? അതിന് വെറുതെ ഇരുന്നാൽ മതിയോ? ഇന്നലെ രാത്രിയിൽ ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും മൊത്തത്തിലങ്ങ് ശരിയായില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ആ കുറവങ്ങ് പരിഹരിച്ചേക്കാം. ദേവിയുടെ കണ്ണ് പുറത്തേക്ക് തള്ളി. ഇപ്പോഴോ? ഇതിനങ്ങനെ നേരവും കാലവും ഒന്നുമില്ല പെണ്ണേ. അയ്യോ, പുറത്ത് അമ്മയുണ്ട്. അതുപോലെ മോളിപ്പോൾ ഉണരും. കുട്ടേട്ടാ, എന്നെ വിട്ടേ പ്ലീസ്. ഇത്രയും നാൾ തരാതെ മാറ്റിവെച്ച സ്നേഹം മുഴുവനും നീ തന്നപ്പോൾ എനിക്ക് പ്ലീസ് ദേവി. പിന്നെ അവനെ എതിർക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൻ്റെ കൈവിരലുകൾ സാരിക്കിടയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയതും ചുണ്ടതിൻ്റെ ഇണയുമായി ചേർന്നതും ഇരുവരുടെയും ശരീരം ചൂടുപിടിച്ചു. തോളിൽ നിന്ന് സാരിത്തലപ്പ് മാറുമ്പോൾ മാറിലെ ഗോപുരത്തിൽ അവൻ്റെ ചുണ്ടമർന്നു. ബ്ലൗസിൻ്റെ ഹുക്ക് ഓരോന്നായി അഴിച്ചുമാറ്റി. കൂടെ ഇന്നറും. ദേവി മാറുമടച്ചു അവളുടെ മാറിനെ ചുംബിച്ചുണർത്തി. പതിയെ പല്ലുകൾ അഴുത്തുമ്പോൾ പെണ്ണവൻ്റെ മുടിയിൽ പിച്ചി വലിച്ചു. ചുണ്ടുകളുടെ സഞ്ചാരപാത പൊക്കിൾ ചുഴിയിൽ വിശ്രമിക്കുമ്പോൾ അവൾ ഉയർന്നു പോയി. ഉമിനീരൻ നാവം കൊണ്ട് ജയൻ അവിടെ മാകെ തഴുകി. ഇടുപ്പിൽ അവശേഷിച്ച ബാക്കി മറകൾ കൂടി അഴിച്ച് മാറ്റുമ്പോൾ അവനിലെ പുരുഷന് ആവേശം കൂടി. ചുണ്ടും നാവും ചേർത്ത് തീർത്ത അനുഭൂതിയിൽ അവൾ തൻ്റെ പ്രാണനായവനെ തന്നിലേക്ക് വീണ്ടും വീണ്ടും ചേർത്ത് പിടിച്ചു. ദേവി പുലമ്പൽ തുടങ്ങി. ഇരു കയ്യാലെയും അവനെ പൊതിഞ്ഞു പിടിച്ചു. അവളുടെ ശീൽക്കാരം ഏറെയും കുറഞ്ഞും കൊണ്ടിരുന്നു. അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ ചേക്കേറി. നാവുകൊണ്ട് അവളുടെ കവിളുകളെ ചുഴറ്റി വലിച്ചു ജയൻ. എത്ര ചുംബിച്ചിട്ടും മതിയാവുന്നില്ല. അവനൊരു കൊടുങ്കാറ്റായി മാറിയപ്പോൾ ദേവിയിൽ ഞരക്കങ്ങൾ കൂടി വന്നു. അവൻ്റെ മുതുകിൽ പല കുറി അവളുടെ നഖങ്ങൾ മുറിവുകൾ തീർത്തു. ജയൻ്റെ ചുണ്ടവളുടെ ചുണ്ടിൽ പല കുറിയാർന്നു. ജയൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിൽ പല കുറിയായിരുന്നു. ഇരുവരും രതിയുടെ രസച്ചടങ്ങിൽ മറന്നു. ഇതുവരെ മാറ്റിവെച്ച പ്രണയവും കാമവും ഒരുപോലെ രണ്ടുപേരിലും ഒഴുകി. ജയൻ ഉമിനീരും നാവും വിരലുകളും ഒരുപോലെ അവളിലേക്ക് ആനന്ദം കൊണ്ടുവന്നു. പലപ്പോഴും ആലസ്യത്തിൽ മയങ്ങിപ്പോയവളെ ജയൻ ചുംബന ചൂടിലൂടെ ഉണർത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഇരുവരും തളർച്ചയോടെ കിടന്നു. അവളെ നെഞ്ചിൽ ചേർത്ത് കിടത്തുമ്പോൾ ജയൻ അവളുടെ കാതോരം ചോദിച്ചു, ഇഷ്ടമായോ ദേവി?
അതിനവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി ചുംബിച്ചു ദേവി. അവളെയും എടുത്ത് നേരെ വാഷ്റൂമിലേക്ക് കയറി. ഇനിയിപ്പോൾ എന്തായാലും കുളിക്കണം, അപ്പോൾ പിന്നെ അതും ഒന്നിച്ചാവാൻ മതി. ഷവറിൻ്റെ മുന്നിൽ അവളെയും ചേർത്ത് പിടിച്ചു നിന്നു. വെള്ളത്തുള്ളികൾ ഇരുവരെയും നനച്ചുകൊണ്ടിരുന്നു. ജയൻ നൽകിയ ആനന്ദത്തിൻ്റെ ബാക്കി പത്രം എന്നവണ്ണം അവളുടെ ശരീരം അവിടെ നീറാൻ തുടങ്ങി. കഴുത്തിലും മാറിലും പൊക്കിൾ ഭാഗത്തും കണ്ട ചുവന്ന പാടിൽ പ്രണയത്തോടെ ചുണ്ടു ചേർത്തു ജയൻ. സോറി ഡി. അവളുടെ ചുവന്നു തുടുത്ത ചുണ്ടിൽ ഒന്നുകൂടി ചുണ്ടു ചേർത്തു. നനവിനെയും മറികടന്ന് ശരീരം വീണ്ടും ചൂട് പിടിച്ചപ്പോൾ ജയനെ തള്ളി മാറ്റി ദേവി വാഷ്റൂമിൽ നിന്നും പുറത്തിറങ്ങി. ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങാൻ അവൾ മടിച്ചു നിന്നു. ജയൻ വാഷ്റൂമിൽ നിന്നിറങ്ങുമ്പോൾ റൂമിന് വെളിയിലേക്ക് നോക്കി നഖവും കടിച്ചു നിൽക്കുന്നു ദേവി. എന്താണ് മോളെ ഒരു പരുങ്ങൽ? എന്ത് മോശമാകൂട്ടേട്ടാ. അമ്മ എന്ത് കരുതും? ഇതാണോ കാര്യം? അമ്മ പ്രത്യേകിച്ചൊന്നും കരുതില്ല. അഥവാ എന്തെങ്കിലും കരുതിയാലും കുഴപ്പമില്ല പെണ്ണേ. എനിക്കെന്തോ പോലെ. എന്നാലേ നമുക്ക് ഒരുമിച്ച് പുറത്തേക്ക് പോകാം, അതുപോരെ? കുട്ടേട്ടൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ബോക്സർ അണിഞ്ഞ് ടീഷർട്ടും എടുത്തിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് ഇരു കൈയും അവളുടെ തോളിൽ വെച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തി. ഇന്ന് പോകുന്നില്ല. ഇന്ന് ഞാൻ എൻ്റെ മോളെയും ഭാര്യയെ സ്നേഹിച്ച് ഇവിടെ നല്ല കുട്ടിയായിരിക്കാൻ തീരുമാനിച്ചു. വേണ്ട, ഓഫീസിൽ പോയാൽ മതി. വന്നിട്ടുള്ള സ്നേഹം മതി എനിക്കും മോൾക്കും. മതിയോ പൊന്നേ? അവളെ വലിച്ചടിപ്പിച്ചതും അവനെയും വലിച്ചുകൊണ്ട് ദേവി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മോളെയും എടുത്ത് അമ്മയും വന്നു. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്ര രുദ്രപ്രിയ എന്ന ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.